الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم حافظوا على الصلوات والصلاة الوسطى وقوموا لله قانتين فإن خفتم فرجالا أو ركبانا فإذا أمنتم فاذكروا الله كما علمكم ما لم تكونوا تعلمون സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ദുആ ചെയ്യാൻ പ്രത്യേകമായി പറഞ്ഞേൽപ്പിച്ച സഹോദരങ്ങൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലുമുള്ള അനുഗ്രഹങ്ങൾ ധാരാളമായി വർഷിക്കുമാറാവട്ടെ. നമ്മുടെ ഈ പള്ളിയുടെ സെക്രട്ടറിയും മണ്ഡലം സെക്രട്ടറിയുമായ കുട്ടൂർ അബ്ദുൽ ലത്തീഫ് സാഹിബിന്റെ അനിയൻ, നമ്മുടെ മെമ്പർ കൂടിയാണ് അബ്ദുൽ ജബ്ബാർ, ഇന്നലെ രാത്രി സൗദി അറേബ്യയിൽ വെച്ച് ഹൃദയാഘാത നിമിത്തം മരണപ്പെട്ടു. മയ്യിത്ത് അവിടെ തന്നെ മറവ് ചെയ്യാനാണ് തീരുമാനം. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ബർസഖി ജീവിതം സന്തോഷപൂർണ്ണമാക്കി തീർക്കുമാറാവട്ടെ. ചെയ്തു വെച്ച നന്മകളെ അല്ലാഹു സ്വീകരിക്കുകയും പോരായ്മകൾ വല്ലതും സംഭവിച്ചു പോയെങ്കിൽ അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹ്ലായ ഫضل കൊണ്ട് കുട്ടുപുറത്ത് മാപ്പ് നൽകുകയും ചെയ്യുമാറാവട്ടെ. ചെറുപ്പക്കാരനാണ്. കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ച പോലെ ഏതു സമയത്തും മരണം കൂടെയുണ്ട് എന്ന് തന്നെയാണ് ഇതെല്ലാം നമ്മെ അറിയിക്കുന്നത്. എപ്പോഴും സജ്ജമായി നിൽക്കുക എന്നത് മാത്രമാണ് നമ്മളെല്ലാം ചെയ്യേണ്ടത് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. നമ്മുടെ എല്ലാം പര്യവസാനം ആഖിബത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നാക്കി തീർക്കുമാറാവട്ടെ. പരിശുദ്ധ ഇസ്ലാമിന്റെ കർമ്മ കാര്യങ്ങളിൽ ഏറ്റവും മുഖ്യമായതാണ് ഫർളായ നിസ്കാരം എന്നത്.
ഈ ഫർളാണെങ്കിലും സുന്നത്താണെങ്കിലും നിസ്കാരത്തിന് വലിയ പ്രാധാന്യമാണ് അല്ലാഹുവും റസൂലും നമ്മെ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്തൊക്കെ തിരക്കുകളും എന്തൊക്കെ സാഹചര്യങ്ങളും വന്നാലും ശരി, നിസ്കാരത്തിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ കണിശമായി പാലിക്കണമെന്ന നിർബന്ധ ബുദ്ധി നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ഏതവസ്ഥയിലും ഒഴിവാക്കാൻ വകുപ്പില്ലാത്ത ഏക ഇബാദത്ത് നിസ്കാരമാണ്. നോമ്പ് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, യാത്രക്കാരനാണെങ്കിൽ, മറ്റു പ്രതിബന്ധങ്ങളുണ്ടെങ്കിലൊക്കെ പിന്നീട് നോറ്റുവിട്ടിയാൽ മതി, അതല്ലെങ്കിൽ മുദ്ദ നൽകിയാലും മതിയാകുന്ന സാഹചര്യവുമുണ്ട്. ഹജ്ജും ഉംറയും ചെയ്യാൻ ശാരീരികമായി സാധ്യമല്ലെങ്കിൽ സാമ്പത്തികമായി കഴിയില്ലെങ്കിൽ അവന് നിർബന്ധമില്ല എന്നാണ് പഠിപ്പിച്ചത്. സക്കാത്ത് കൊടുക്കാനും സമ്പത്തും അതിന്റെ നിബന്ധനകളും പാലിച്ചെങ്കിൽ, പൂർത്തിയായെങ്കിൽ മാത്രമേ ഒരാൾക്ക് സക്കാത്ത് നിർബന്ധമാകുന്നുള്ളൂ. എന്നാൽ നിസ്കാരം അങ്ങനെയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് ഏതവസ്ഥയിലും നിസ്കരിക്കണമെന്നാണ്. അത് യാത്രയിലാണെങ്കിലും നാട്ടിലാണെങ്കിലും, ആരോഗ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, രോഗിയായി അവശനായി കിടക്കുന്നുവെങ്കിലും, യുദ്ധക്കാലത്തിന് പോലും നിർവാഹമില്ലാത്ത വിധം ഗൗരവമായി പഠിപ്പിച്ച ഒന്നാണ് നിസ്കാരം. ആ ഒരു ഗൗരവത്തിൽ നമ്മളും അതിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓതിവെച്ച സൂറത്ത് ബഖറയിലെ 238-39 ആയത്തുകളിലും ഈ നിസ്കാരത്തിന്റെ പ്രാധാന്യമാണ് അറിയിക്കുന്നത്. ഹാഫിദു അലസ്സലവാതി വസ്സലാത്തിൽ വുസ്ത വഖൂമു ലില്ലാഹി ഖാനിതീൻ. 5 നേര നമസ്കാരങ്ങൾ നിങ്ങൾ കൃത്യമായി സൂക്ഷിച്ചും പാലിച്ചും നിലനിർത്തിയും പോരണം. ഭയഭക്തരായി പടരബിന് മുമ്പിൽ നിങ്ങൾ നിൽക്കണം എന്ന് പറഞ്ഞ ശേഷം അല്ലാഹു പറഞ്ഞു, ഫഇൻ ഖിഫ്തും ഫരിജാലൻ ഔ റുക്ബാന. ശക്തമായ പേടിയുള്ള ഘട്ടത്തിലാണെങ്കിൽ, അഥവാ യുദ്ധക്കളത്തിലാണെങ്കിൽ, സമാനമായ സാഹചര്യമാണെങ്കിലും ഫരിജാലൻ ഔ റുക്ബാന, നടന്നുകൊണ്ടോ വാഹനപ്പുറത്തായിക്കൊണ്ടോ നിങ്ങൾ നിസ്കാരം നിർവഹിക്കണമെന്നാണ്. ഇതൊക്കെ കഴിഞ്ഞു. ഫഇദാ അമിൻതും ഫദ്കുറുല്ലാഹ കമാ അല്ലമകും മാ ലം തകൂനു തഅലമുൻ. ആ ഭയാവസ്ഥ കഴിഞ്ഞു നിർഭയമായ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ റബ്ബിനെ സ്മരിക്കുക, റബ്ബ് അറിയിച്ച പ്രകാരം പഠിപ്പിച്ച പ്രകാരമെന്ന് എടുത്തു പറയുകയും ചെയ്യുന്നു. അപ്പൊ ഒരവസ്ഥയിലും ബുദ്ധിയുള്ള ശുദ്ധിയുള്ള ഒരവസ്ഥയിലും മുസ്ലിമായ മനുഷ്യന് പ്രായപൂർത്തിയായതിനു ശേഷം മരിക്കുന്നത് വരെ നിസ്കാരം ഒഴിവാക്കാൻ യാതൊരു ന്യായവുമില്ല എന്നത് അർത്ഥസംഖ്യയില്ലാത്ത വിഷയമാണ്. ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് ബാസൂർ ബാധിച്ചു, പൈൽസ് ബാധിച്ചു, ധാരാളമായി രക്തം വാർന്നൊഴുകി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത വിധം അവശനായി മാറിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ സന്ദർശിക്കാനായി എന്റെ അടുക്കൽ വന്നു. ഞാൻ പറഞ്ഞു, നബിയോട്, നബിയെ, ഇതാണ് എന്റെ അവസ്ഥ, നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നബി തങ്ങൾ പറഞ്ഞു, സ്വല്ലി ഖായിമൻ, നീ നിന്ന് തന്നെ നിസ്കരിക്കണം. ഫഇൻ ലം തസ്തതി ഫഖാഇദ, നിന്ന് നിസ്കരിക്കാൻ കഴിയില്ല എങ്കിൽ നീ ഇരുന്ന് നിസ്കരിക്കുക. ഫഇൻ ലം തസ്തതി, അതിനും സാധ്യമല്ല എങ്കിൽ ഫഅലാ ജംബി, നീ ചെരിഞ്ഞുകിടന്ന് നിസ്കരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ അവസ്ഥയിൽ നൽകുന്ന ഉപദേശമാണ്. ഓരോരുത്തരും നിസ്കാരം ഒഴിവാക്കാൻ വകുപ്പില്ല എന്നാണ് ഈ ഹദീസ് നമ്മെ അറിയിക്കുന്നത്. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താൻ കിടക്കുന്ന അവസാന സമയങ്ങളിൽ പോലും നബി തങ്ങൾ നൽകിയ വസിയ്യത്ത്, ആ വസിയ്യത്തിന് പ്രധാനപ്പെട്ട വസിയ്യത്തായിരുന്നു നിസ്കാരത്തിന്റെ കാര്യമെന്ന് നബി തങ്ങളുടെ ഭാര്യയും മറ്റു സഹാബിമാരും എല്ലാം പഠിപ്പിച്ചതായി കാണാൻ കഴിയും. നബിയുടെ അവസാനത്തെ വസിയ്യത്തായി ഹദീസിൽ പറഞ്ഞത് കാണാം,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യഖൂൽ ഫീ മർളിഹി അല്ലദീ തൂഫിയ ഫീഹി. നബി തങ്ങൾ വഫാത്തായ ആ രോഗാവസ്ഥയിൽ കിടക്കുമ്പോൾ നബി തങ്ങൾ നൽകിയ വസിയ്യത്ത് നിസ്കാരത്തിന്റെ കാര്യം അസ്സലാ വമാ മലക്കത് ഐമാനുക്കും ഫമാ സാല യഖൂലുഹാ. നബിയുടെ ഭാര്യ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി തങ്ങൾ അവസാനം പറഞ്ഞ വസിയ്യത്ത് അസ്സലാ അസ്സലാ, നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണേ, നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണമെന്ന് മരിക്കാൻ കിടക്കുന്ന ആ അവസാനത്തിന്റെ നിമിഷങ്ങൾ നബി തങ്ങൾ ആവർത്തിച്ചു പറഞ്ഞു. ഫമാസാല യഖൂലുഹാ, നബി തങ്ങൾ ധാരാളമായി ആവർത്തിച്ച് നബി തങ്ങൾ പറഞ്ഞ അവസാനം നാവെന്ന് പറയാൻ കിട്ടാത്ത വിധം അവശരായി നബി തങ്ങൾ പോകുമാറ് അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുന്നത്. മാത്രവുമല്ല, ഒരു മനുഷ്യന് ദീനിനോട് എത്ര കണ്ട് ബന്ധമുണ്ട് എന്നറിയാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി മുൻഗാമികൾ പരിചയപ്പെടുത്തിയത് അവിടെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ എത്രയുണ്ട് എന്ന് പരിഗണിക്കണമെന്നാണ്. താബിഈയായ ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറയുന്നു, യബ്ന ആദം അയ്യു ശൈഇൻ യഇസ്സു അലൈക മിൻ ദീനിക ഇദാ ഹാനത് അലൈക സ്വലാത്തുക. അല്ലയോ മനുഷ്യ, എന്റെ ദീനിൽ നിസ്കാരത്തിന്റെ കാര്യം നീ നിസ്സാരമാക്കിയാൽ പിന്നെ മറ്റെന്തു കാര്യമാണ് എനിക്ക് ഒഴിവാക്കാനും പ്രയാസമുണ്ടാവുക എന്ന് ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പഠിപ്പിക്കുന്നു. ഏറ്റവും മുഖ്യം നിസ്കാരമാണ് എന്നർത്ഥം. ആ നിസ്കാരം പാഴാക്കുന്നുവെങ്കിൽ പിന്നെ അവന്റെ കാര്യത്തിൽ മറ്റൊന്നും നോക്കാനില്ല, ബാക്കിയൊന്നും ശരിയാവുകയില്ല എന്നതിന് ലക്ഷണമായി അത് കണക്കാക്കാമെന്നാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായപ്പോൾ അദ്ദേഹം അന്ന് ഗവർണർമാർക്കെല്ലാം അയച്ച പൊതുവായ കത്ത് കാണാം. അദ്ദേഹത്തിന്റെ കീഴിൽ ഏതെല്ലാം പ്രവിശ്യയിൽ ഗവർണർമാരെ നിയമിച്ചുവോ ആ ഗവർണർമാർക്ക് ഉമർ ഖത്താബ് അയച്ച കത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇന്ന അഹമ്മ ഉമൂരിക്കും ഇൻദി അസ്സലാം, കാര്യങ്ങളിൽ ഏറ്റവും മുഖ്യമായി ഞാൻ കാണുന്നത് നിസ്കാരമാണ്. മൻ ഹഫിളഹാ വഹാഫള അലൈഹാ ഹഫിള ദീനഹു, അതൊരാൾ കാത്തു സൂക്ഷിക്കുകയും മുറപ്രകാരം നിർവഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവനവന്റെ ദീനവൻ സംരക്ഷിച്ചു. വമൻ ലയ്യഹാ ഫഹുവ ലിമാ സിവാഹാ അൽയഉ, ആ നിസ്കാരം ഒരാൾ ഒഴിവാക്കുന്നുവെങ്കിൽ ബാക്കിയെല്ലാം അവൻ ഏതായാലും ഒഴിവാക്കുമെന്ന് കണക്കാക്കാമെന്ന് ഉമർ ഖത്താബ് കത്തയച്ചുവെന്ന് ഇമാം മാലിക് തന്റെ മുവത്തയിൽ ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ സ്വഹാബിമാരും താബിഈകളുമൊക്കെ അടിസ്ഥാനമായി കണ്ടത് ഈമാനു ശേഷം അഖീദക്ക് ശേഷം പിന്നെ അടിസ്ഥാനമായി കണ്ട കർമ്മം ഇബാദത്ത് നിസ്കാരമായിരുന്നു എന്നർത്ഥം. ആ നിസ്കാരം പാഴാക്കുന്നുവെങ്കിൽ അവര് ബാക്കിയെല്ലാം പാഴാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നിസ്കാരം ഒരാൾ കൃത്യമായി നിർവഹിക്കുകയും കാത്തു സൂക്ഷിച്ച് കേൾത്തിപ്പോവുകയും ചെയ്യുന്നുവെങ്കിൽ അവന്റെ കാര്യത്തിൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നാണ് ഇതെല്ലാം നമ്മെ അറിയിക്കുന്നത്. മാത്രവുമല്ല, ഇസ്ലാമിൽ ഏറ്റവും മുഖ്യമായി ചിഹ്നമായി പോലും നബി തങ്ങൾ കണക്കാക്കിയ നിസ്കാരത്തെയാണ്. ഒരു നാട്ടിലേക്ക് യുദ്ധം ചെയ്യാൻ പോയാൽ പോലും നബി തങ്ങൾ പറയുമായിരുന്നുവെന്നാണ്. യുദ്ധം ആരംഭിക്കും മുമ്പ് നബി തങ്ങൾ പറയും, നമുക്ക് നോക്കാം അവിടെ നിസ്കാരത്തിന് വല്ല ചിഹ്നവുമുണ്ടോ, അതിനവർ അടയാളം ആ നാട്ടിലുണ്ടോ എന്ന് നോക്കാമെന്ന് പറയുമെന്ന് അനസ് പറയുന്നു. നബി തങ്ങൾ യുദ്ധത്തിലേക്ക് പോയാൽ നബി തങ്ങൾ പറയുന്ന രീതി, നബി തങ്ങൾ ലം യകുൻ യഗ്ദൂബിനാ ഹത്താ യുസ്ബിഹ വയൻദുറ, നേരം പോന്ന് കാര്യങ്ങൾ നിരീക്ഷിച്ചിട്ട് യുദ്ധം ആരംഭിക്കാറുള്ളൂ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്നിട്ട് ഫൈൻ സമീഅദാനൻ കഫ അൻഹും, വല്ല ബാങ്കും കേട്ടാൽ നബി തങ്ങൾ പറയും, വേണ്ട, ഈ നാട്ടിൽ യുദ്ധം ചെയ്യേണ്ടതില്ല, ഇവിടെ ബാങ്കിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് എന്ന് പറയുകയും അതുമില്ലെങ്കിലാണ് നബി തങ്ങൾ യുദ്ധം ചെയ്യാറുള്ളത് എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഒരു നാട്ടിൽ യുദ്ധം ചെയ്യാതിരിക്കാനുള്ള കാരണമായി നബി തങ്ങൾ കണ്ട മതചിഹ്നം എന്നത് ബാങ്കിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ, നിസ്കാരത്തിലേക്കുള്ള വിളി കേൾക്കുന്നുണ്ടോ എന്നാണ് നബി തങ്ങൾ അവിടെ കണക്കാക്കിയത് എന്നാണ് ആ ഹദീസ് നമ്മെ അറിയിക്കുന്നത്. നബി തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യനും ശിർക്കും കുഫ്റും തമ്മിൽ വ്യത്യാസം നിസ്കാരമാണ്. വിശുദ്ധ ഖുർആനിൽ നിസ്കാരത്തെപ്പറ്റി ഈമാൻ എന്ന് പരിചയപ്പെടുത്തി. ഈമാനക്കും എന്ന നിങ്ങളുടെ ഈമാൻ അള്ളാഹു പാഴാക്കുകയില്ല ആയത്തിൽ പറഞ്ഞ ഈമാൻ അസ്വലാത്ത്, നിസ്കാരം എന്നാണ് സ്വഹാബികൾ അർത്ഥം കണക്കാക്കിയത്. അപ്പൊ നിസ്കാരത്തിനെ പറ്റി ഖുർആനിൽ ഈമാൻ എന്ന് പറഞ്ഞു. നിസ്കാരം ഒഴിവാക്കുന്നതിനെ പറ്റി ഹദീസിൽ
കുഫ്ർ, ശിർക്ക് എന്നും പരിചയപ്പെടുത്തി. അത്രയേറെ പ്രാധാന്യമുണ്ട് നിസ്കാരത്തിന് എന്ന നബി തങ്ങൾ പറഞ്ഞു. ഒരു മനുഷ്യന് കുഫറിലേക്ക് എത്താനുള്ള തടസ്സം നിസ്കാരമാണ്. ഫമൻ തറകഹാ ഫഖദ് കഫർ. അത് ആരെങ്കിലും പാഴാക്കി കളഞ്ഞാൽ, ഉപേക്ഷ വരുത്തിക്കഴിഞ്ഞാൽ അവൻ അവിശ്വാസിയായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അത്രയേറെ ഗൗരവത്തിലാണ് നബി തങ്ങൾ നിസ്കാരത്തിന്റെ കാര്യം പരിചയപ്പെടുത്തിയെന്നർത്ഥം. മാത്രവുമല്ല, നിസ്കാരം വർദ്ധിപ്പിക്കുന്ന ആൾക്ക് നാളെ സ്വർഗത്തിൽ നബിയോടൊപ്പം കൂട്ടുകൂടാമെന്നാണ്. നബിയുടെ സ്വഹാബിയായ റബീഅത്ത് ബിൻ കഅബ് അൽ-അസ്ലമി റളിയല്ലാഹു അൻഹു നബിയോട് പറഞ്ഞു, നബി, എനിക്ക് താങ്കളോടൊപ്പം കൂട്ടുകാരനായി സ്വർഗത്തിൽ കൂടണമെന്ന് ആഗ്രഹമുണ്ട്. അസ്അലുക റഫഖതക ഫിൽ ജന്ന. നബിയെ, സ്വർഗത്തിൽ അങ്ങയുടെ കൂട്ടുകാരനാകണമെന്ന ആഗ്രഹമാണ് എനിക്കുള്ളത് എന്ന് നബിയോട് റബീഅത്ത് ബിൻ കഅബ് പറയുന്നത്. റബീഅത്ത് ബിൻ കഅബ് ദുനിയാവിൽ നബിക്ക് സേവനം ചെയ്തവരാണ്. സദാസമയം നബിയുടെ കൂടെ നടന്ന് നബിക്ക് എന്താവശ്യമുണ്ടോ അതെല്ലാം ചെയ്തു കൊടുക്കാൻ വേണ്ടി ഒരു സേവകനെ പോലെ ഖാദിമായി നബിയോടൊപ്പം കൂടിയ സ്വഹാബിയാണ് റബീഅത്ത് ബിൻ കഅബ് അൽ-അസ്ലമി. അദ്ദേഹം പറയാം, ഞാൻ നബിയുടെ കൂടെ തന്നെ രാത്രി പോലും കഴിച്ചു കൂട്ടാറുണ്ട്. നബി തങ്ങൾ രാത്രി വീട്ടിലേക്ക് പോയാൽ യാത്ര പറഞ്ഞ് റബീഅ ഇറങ്ങും, പക്ഷെ പോവുകയില്ല. നബി അറിയാതെ നബിയുടെ വീടിന്റെ പുറത്തവിടെ അദ്ദേഹം രാത്രി കഴിച്ചു കൂട്ടുമെന്നാണ്. രാത്രിയേക്കാൾ നബി തങ്ങൾ മലമൂത്ര ആവശ്യത്തിനോ അതല്ലെങ്കിൽ മറ്റു വല്ല ആവശ്യങ്ങൾക്കോ പുറത്തിറങ്ങുകയാണെങ്കിൽ അവിടെയും എനിക്ക് നബിയെ സേവിക്കാമല്ലോ എന്ന മനസ്സോടുകൂടി നബിയോട് യാത്ര പറഞ്ഞിറങ്ങുകയും എന്ന് നബി അറിയാതെ നബിയുടെ വീടിന്റെ പുറത്ത് തന്നെ കിടക്കുകയും ചെയ്ത സ്വഹാബിയായിരുന്നു റബീഅത്ത് ബിൻ കഅബ് അൽ-അസ്ലമി. അദ്ദേഹം നബി തങ്ങൾക്ക് ചോദിച്ച റബീഅയുടെ ഈ ഒരു മനസ്സ് കണ്ടപ്പോൾ റബീഅ, നിനക്ക് എന്താണ് വേണ്ടത്, എന്നതിന്റെ ആഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ആഗ്രഹം ഇതായിരുന്നു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. നബിയെ, സ്വർഗത്തിലും അങ്ങയുടെ കൂട്ടുകാരനായി കൂടണം. താങ്കളുടെ കൂടെയുണ്ട്, ഞാൻ കൂട്ടുകാരനായി കൂടുക, എനിക്കതാണ് ആഗ്രഹമെന്ന് പരിഹാര മാർഗം കാണാം. അഇന്നി അലാ ദാലിക ബികസ്റത്തി സുജൂദ്. നീ സുജൂദുകൾ വർദ്ധിപ്പിക്കുക എന്നാണ്. അഥവാ നിസ്കാരം വർദ്ധിപ്പിക്കുക, ധാരാളമായി നിസ്കരിക്കുക. ധാരാളമായി നിസ്കരിക്കുന്നവർക്ക് നബിയോടൊപ്പം നാളെ പരലോകത്ത് അവിടെ കൂടാൻ കഴിയുമെന്നാണല്ലോ ഈ ഹദീസ് നമ്മെ അറിയിക്കുന്നത്. ഒരു സഹോദരങ്ങളെ, നിസ്കാരത്തിലെ കാര്യം പ്രധാനമാണ്. പാപങ്ങൾ പൊറുക്കാൻ നിസ്കാരം പര്യാപ്തമാണ്. നബി തങ്ങൾ പറഞ്ഞു, ഏതൊരു മുസ്ലിമായ മനുഷ്യനും അവൻ നിസ്കാരം ഏറ്റവും നല്ല രൂപത്തിൽ വുളൂ ചെയ്തു, എന്നിട്ട് നിസ്കാരം അതിലെ ഖുശൂഉം റുകൂഉം എല്ലാം പാലിച്ചുകൊണ്ട് അയാൾ നിസ്കരിക്കുന്നുവെങ്കിൽ ഇല്ലാ കാനത് കഫാറത്തൻ ലിമാ ഖബലഹാ മിനൽ ദുനൂബ്, അതിനു മുമ്പ് ചെയ്തു പോയ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാവാതിരിക്കുകയില്ല, പരിഹാരമാവാതിരിക്കുകയില്ല. മാലം തുഅത കബീറ, വൻ പാപങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ, വലിയ വലിയ പാപങ്ങൾ, നരകത്തിൽ ശാശ്വതമാകുമെന്ന് പറഞ്ഞ, നരകം നിർബന്ധമാകുമെന്ന് പറഞ്ഞ വലിയ വലിയ തിന്മകൾ, അത്തരം തിന്മകൾ ഇല്ല എങ്കിൽ ബാക്കി തിന്മകളെല്ലാം പരിഹരിക്കാൻ ഈ നിസ്കാരം മതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നബി ഉദാഹരണ സഹിതം പഠിപ്പിച്ചു. നബി ഞങ്ങൾ സ്വഹാബത്തോട് ചോദിക്കുന്നുണ്ട്, അറഅയ്തും ലൗ അന്ന നഹ്റൻ ബിബാബി അഹദിക്കും, നിങ്ങളുടെ വീടിന് മുമ്പിലൂടെ ഒരു നല്ല അരുവി ഒഴുകുന്നുവെങ്കിൽ ആ അരുവിയിൽ എല്ലാ ദിവസവും 5 നേരം അവരുടെ ശരീരത്തിൽ വല്ല അഴുക്കും ബാക്കിയാകുമോ? സ്വഹാബത്ത് ഇല്ല നബി, ഒന്നും ബാക്കിയാവില്ല. നബി ഞങ്ങൾ പറഞ്ഞു, എങ്കിൽ ഫദാലിക മസലു സ്വലവാത്തിൽ ഖംസ്, അതാണ് 5 ഉപമയതാണ്. യംഹുല്ലാഹു ബിഹിന്നൽ ഖായ, അത് മുഖേന റബ്ബ് സുബ്ഹാനഹു വ തആല പാപങ്ങളെ മായ്ച്ചു കളയും. 5 നേരം നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ 5 നേരം കുളിക്കുന്ന പോലെയാണ് എന്നർത്ഥം. വീടിന് മുമ്പിൽ ശുദ്ധജലം ഒഴുകുന്ന അരുവിയുണ്ട്. ആ അരുവിയിൽ ദിവസം 5 നേരം കുളിക്കുന്ന മനുഷ്യന്റെ ശരീരത്തിൽ ഒരു പാപം ബാക്കി ഉണ്ടാകാത്തത് പോലെ 5 നേരം നിസ്കരിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിലുള്ള പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ട് ഹദീസ് പഠിപ്പിക്കുന്നത്. മറ്റു ഹദീസിൽ ഞങ്ങൾ പറഞ്ഞു, അസ്സലവാത്തുൽ ഖംസു വൽ ജുമുഅതു ഇലൽ ജുമുഅ, 5 നേരത്തെ നിസ്കാരങ്ങളും ജുമുഅയുമെല്ലാം കഫാറത്തുൽ ലിമാ ബൈനഹുന്ന, അവയ്ക്കിടയിലുള്ള പാപങ്ങൾക്ക് പരിഹാരമാണ്. ഒരു നിസ്കാരം കഴിഞ്ഞു, അടുത്ത നിസ്കാരം വന്നു എങ്കിൽ ആ നിസ്കാരം മുതൽ കഴിഞ്ഞ നിസ്കാരത്തിനിടയിൽ ചെയ്തു പോയ പാപങ്ങൾ പുറത്തു പോകും. അടുത്ത നിസ്കാരം വരുമ്പോൾ ആ 2 നിസ്കാരങ്ങളിൽ ചെയ്ത പാപങ്ങൾ പുറത്തു പോകും. ഒരു ജുമുഅയിൽ പങ്കെടുത്തു, കഴിഞ്ഞ ജുമുഅ മുതൽ ഈ ജുമുഅ വരെ ചെയ്ത പാപങ്ങൾ പൊറുക്കാൻ അത് പര്യാപ്തമായി മാറും. അവിടെ നബി തങ്ങൾ പ്രത്യേകം പറഞ്ഞു, മാലം തഖ്ശൽ കബായിർ, വൻ പാപങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ എന്നാണ്.
വലിയ പാപങ്ങൾ പൊറുക്കയില്ല എന്നർത്ഥം. മദ്യപാനം പോലെ, വ്യഭിചാരം പോലെ, അതേപോലെ പലിശ പോലെയൊക്കെയുള്ള വലിയ വലിയ പാപങ്ങൾ അതിലുകൊണ്ട് പൊറുക്കയില്ല. അത് തൗബ ചെയ്യുക തന്നെ വേണം, പശ്ചാത്തപിക്കുക തന്നെ വേണം. അല്ലാത്ത പാപങ്ങളെ നിസ്കാരം കാരണമായും അതേപോലെ കാരണമായും എല്ലാം പുറത്തു പോകുമെന്നാണ് ഈ ഹദീസുകൾ നമ്മെ അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കും നബി തങ്ങൾ പറഞ്ഞു, ഇസ്ലാമിന്റെ നെടുംതൂണാണ് നിസ്കാരം എന്നാണ്. നബി തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം, റഅ്സുൽ അംരി അൽ ഇസ്ലാം, കാര്യങ്ങളിൽ മുഖ്യമായത് ഇസ്ലാമാണ്, മതമാണ്. വഅമൂദുഹു അസ്സലാ, നെടുംതൂണ് നിസ്കാരമാണ്. ഇസ്ലാം നിലക്കണോ, നിസ്കാരം നിർബന്ധമാണെന്നർത്ഥം. നിസ്കാരമില്ലേ, ഇസ്ലാം ഇല്ല എന്നാണ് അതിന്റെ മറുവശം. ആ ഇസ്ലാമിന്റെ അമൂദാണ്, തൂണാണ് നിസ്കാരമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മുൻകാല പ്രവാചകന്മാരിൽ ഒരുപാട് അമ്പിയാക്കളെ ചരിത്രം പറഞ്ഞ ശേഷം അല്ലാഹു തആല പ്രത്യേകമായി സൂറത്ത് അംബിയായിൽ എടുത്തു പറഞ്ഞ കാര്യം, വഔഹൈനാ ഇലൈഹിം ഫിഅലൽ ഖൈറാത്തി വഇഖാമസ് സ്വലാത്തി വഈതാഅസ് സക്കാ എന്നാണ്. അവർക്ക് നാം വഹയി നൽകി ഫിഅലൽ ഖൈറാത്ത്, ഖൈറായ കാര്യങ്ങൾ പ്രവർത്തിക്കണമെന്ന് ഈ പ്രവാചകന്മാർക്കെല്ലാം നൽകിയ വഹയാണ്. വഇഖാമസ് സ്വലാ, നിസ്കാരം മുറപ്രകാരം നിർവഹിക്കണമെന്നും വഈതാഅസ് സക്കാ, സക്കാത്ത് കൃത്യമായി നൽകണമെന്നും ഈ പ്രവാചകന്മാർക്കെല്ലാം നാം വഹയി നൽകിയിരിക്കുന്നുവെന്ന് സൂറത്ത് അംബിയായിലെ 73-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. നിസ്കാരമുണ്ടായിരുന്നു. ഉമ്മത്ത് മുഹമ്മദിന് മാത്രമല്ല, അല്ലാഹു തആല അവതരിപ്പിച്ച എല്ലാ വേദഗ്രന്ഥങ്ങളും മുൻകാല സമുദായങ്ങൾക്കെല്ലാം നിസ്കാരം നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നാണ്. എല്ലാവർക്കുമുള്ള എല്ലാ ഉമ്മത്തുകൾക്കും അല്ലാഹു തആല നിശ്ചയിച്ചു കൊടുത്ത ഇബാദത്താണ് നിസ്കാരം എന്നർത്ഥം. മറ്റു ഇബാദത്തിലെല്ലാം ചലനങ്ങളും ഭക്ഷണപാനീയങ്ങളും എല്ലാം അനുവദിച്ചുവെങ്കിൽ നിസ്കാരത്തിൽ അതുപോലുമില്ല. നോമ്പ് നോറ്റവന് സംസാരിക്കാം, ജോലിക്ക് പോകാം, ഇടപാടുകളാവാം, ഭക്ഷണപാനീയം പാടില്ല. ഹജ്ജിന്റെ വേളയിൽ ഭക്ഷണപാനീയങ്ങളാവാം, സംസാരങ്ങളാവാം, ഇടപാടുകളാവാം. എന്നാൽ നിസ്കാരത്തെ സമയത്ത് സംസാരം പോലും പാടില്ല, ഭക്ഷണം കഴിക്കാൻ പാടില്ല, വെള്ളം കുടിക്കാൻ പാടില്ല. ഒരാളുമായി ഒന്നും പറഞ്ഞാൽ മടക്കാൻ പോലും പറ്റാത്ത വിധം പരിപൂർണമായും പടച്ചറബിലേക്ക് തിരിഞ്ഞുകൊണ്ട് പടച്ചറബിന്റെ ഇബാദത്തിലായി മുഴുകുന്ന രംഗമാണ് നിസ്കാരം എന്നത്. ഇത്രയേറെ പ്രാധാന്യമുള്ള നമസ്കാരം, അത് നഷ്ടപ്പെടുത്താതിരിക്കാൻ, പാഴാകാതിരിക്കാൻ നാം പ്രത്യേകമായി ശ്രദ്ധിക്കണം. എന്ത് ത്യാഗം ചെയ്തും നിസ്കാരം, വിശിഷ്ട 5 നേരത്തെ നിസ്കാരങ്ങൾ, അത് സമയം തെറ്റും മുമ്പെങ്കിലും, ഏറ്റവും മിനിമം സമയം തെറ്റും മുമ്പെങ്കിലും നിർവഹിക്കാൻ നാം പരിശ്രമിക്കുക. ആദ്യ സമയത്ത് ചെയ്യാൻ കഴിഞ്ഞാൽ അഫ്ളൽ അഅ്മാൽ എന്നാണ് പഠിപ്പിക്കപ്പെട്ടത്. ഏറ്റവും ശ്രേഷ്ഠമായ അമലുകൾ ഏതാ നബിയെ ചോദിക്കുമ്പോൾ അസ്സലാത്തു ലി അവ്വലി വഖ്തിഹാ, ആദ്യ സമയത്ത് നിസ്കാരമാണ് അമലുകൾ ഏറ്റവും അഫ്ളലായത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അപ്പൊ ആദ്യ സമയം ബാങ്ക് വിളിച്ചാൽ പിന്നെ അധികം വൈകാതെ നിസ്കാരം നിർവഹിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. ഇശാ മാത്രമാണ് അല്പം പിന്തിപ്പിക്കാൻ പറഞ്ഞത്. ളുഹൂർ കഠിനമായി ചൂടാണെങ്കിൽ നബി തങ്ങൾ അല്പം പിന്തിപ്പിക്കുമായിരുന്നു, എന്ന് കാണാം. അതല്ലാതെ സാധാരണഗതിയിൽ നിസ്കാരങ്ങളൊക്കെ ആദ്യ സമയത്ത് നിർവഹിക്കലാണ് ഏറ്റവും അഫ്ളലായി പഠിപ്പിക്കപ്പെട്ടത്. ഏറ്റവും ചുരുങ്ങിയത് സമയം കഴിയും മുമ്പെങ്കിലും അത് നിർവഹിക്കണമെന്ന നിർബന്ധ ബുദ്ധി നമുക്കുണ്ടാകണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. കഴിവിന്റെ പരമാവധി നിസ്കാരത്തിന്റെ കാര്യത്തിൽ കണിശത കാത്തു സൂക്ഷിക്കാൻ നാം പരിശ്രമിക്കുക. മുൻകാല സമുദായങ്ങളെ പറ്റി അല്ലാഹു പറഞ്ഞപ്പോ ശേഷമല്ല പറഞ്ഞത്, അവർക്ക് ശേഷം വന്ന തലമുറകൾ ശേഷം വന്ന തലമുറകൾ, അമ്പിയാക്കളെ കൂടെ ജീവിച്ചവർ, അവരെ കാര്യം കഴിഞ്ഞ തലമുറകൾ അല്ലാഹുസല, നിസ്കാരം അവർ പാഴാക്കിയെന്നാണ് അല്ലാഹുവിന്റെ പോരായ്മയായി ഒന്നാമതായി എടുത്തു പറഞ്ഞത്. എന്നു മാത്രമല്ല, നാളെ പരലോകത്ത് നരകാവകാശികളായ ആളുകൾ ചോദിക്കുന്ന രംഗമുണ്ട്, എന്തേ നിങ്ങൾ ഈ നരകത്തിലേക്ക് എത്തിയെന്ന്. അവിടെ ചെന്ന് അപ്പൊ പറയുന്ന മറുപടി ലം നക്കു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുമായിരുന്നില്ല, നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് ഒന്നാമത്തെ മറുപടിയായി പറയുന്നത്. നിസ്കാരത്തിന്റെ കാര്യമാണ് എന്നർത്ഥം. മരിക്കാൻ സമയത്ത് വിലാപം തന്നെയാണ്, നിസ്കാരത്തിന്റെ കാര്യത്തിലാണ് വലിയ വിലാപം. അതേപോലെ പഴിച്ചുപോയ ആളുകളെ പറ്റി പറയുമ്പോഴല്ല പറഞ്ഞത് ഫലാ സ്വദ്ദഖ വലാ സ്വല്ല വലാകിൻ കദ്ദബ വതവല്ല എന്നാണ്. സ്വദഖ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ സത്യപ്പെടുത്തിയിട്ടില്ല, വലാ സ്വല്ല, നിസ്കരിച്ചിട്ടുമില്ല, അല്ലാഹുവിനെയും റസൂലിനെയും വിശ്വസിച്ചില്ല, വലാ സ്വല്ല, നിസ്കരിച്ചതുമില്ല എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല അവിടെ എടുത്തു പറയുന്നത്. നിസ്കാരം ഏറെ പ്രാധാന്യമുള്ള കാര്യമാണ്. നഷ്ടപ്പെടാതിരിക്കാനുള്ള കണിശമായ ഒരു ശ്രദ്ധ ഉണ്ടാകണമെന്ന് സൂചിപ്പിക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد സഹോദരിമാരെ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നിസ്കാരം പാഴാക്കുക എന്നത് ജീവിതത്തിൽ എവിടെയും അനുവദിക്കപ്പെട്ടിട്ടില്ല. പൊതുവെ സമൂഹത്തിൽ നിസ്സാര കാര്യങ്ങൾക്ക് പോലും നിസ്കാരം പാഴാക്കുന്ന രീതിയുണ്ട്. വീട്ടിൽ ഗസ്റ്റ് വന്നാൽ പോലും നിസ്കാരം പാഴാക്കുന്നവർ, ചെറിയ ചെറിയ യാത്രകൾക്ക് പോലും നിസ്കാരം പാഴാക്കി പിന്നീട് വന്ന് ഖളാ വീട്ടാമെന്ന് വിചാരിക്കുന്ന ആളുകൾ, ജോലിക്ക് പോയി കൂലിപ്പണിക്ക് പോയിട്ട് പോലും നിസ്കാരം പാഴാക്കി എല്ലാം കഴിഞ്ഞ് രാത്രി വന്ന് മഗ്‌രിബിന് ശേഷമോ ഇശാന്റെ കൂടെയൊക്കെ എല്ലാം നിസ്കരിച്ചു വിട്ടുന്ന പ്രവണതകൾ സമൂഹത്തിൽ ഇന്നും ഇല്ലാതായിട്ടൊന്നുമില്ല. അങ്ങനെ നിസ്കാരം ഇല്ല എന്നർത്ഥം. അല്ലാഹു പഠിപ്പിച്ചത് ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത എന്നാണ്. നിസ്കാരം എന്നത് വിശ്വാസികൾക്ക് സമയം നിശ്ചയിക്കപ്പെട്ട നിർബന്ധ ബാധ്യതയാണ്. മറ്റു അമലുകളെ പോലെയല്ല. ഇത് പ്രത്യേകമായ സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയം കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് പിന്തിപ്പിച്ച് പിന്നെ എപ്പോഴെങ്കിലും നിസ്കരിച്ചാൽ അത് പരിഗണിക്കപ്പെടുന്ന നിസ്കാരമല്ല. സമയത്തിനപ്പുറത്തേക്ക് പിന്തിപ്പിക്കാൻ രണ്ട് അവസരമേ ഉള്ളൂ. ഒന്നൊരാൾ ഉറങ്ങിപ്പോയി, നിസ്കാര സമയത്ത് ഉറങ്ങിപ്പോയി, ആരും അയാളെ വിളിക്കാൻ ഉണ്ടായില്ല, അയാൾ അറിഞ്ഞതുമില്ല എങ്കിൽ അയാൾ എപ്പോഴാണ് ഉണർന്നത് ഉടനെ നിസ്കരിക്കണം, പിന്നെ നീട്ടിയേക്കാൻ പറ്റില്ല. അങ്ങനെ ഉറക്കത്തിൽ പെടുമെന്നുണ്ടെങ്കിൽ അയാൾ ഉറങ്ങാൻ പാടില്ല, അത് വേറെ കാര്യം. അല്ലെങ്കിൽ പറഞ്ഞേൽപ്പിക്കണം, അലാറം വെക്കണം, സമാനമായ സംവിധാനങ്ങൾക്ക് സ്വീകരിക്കണം. അതൊക്കെ ചെയ്തു, പക്ഷെ അയാൾ അറിഞ്ഞില്ല. അലാറം അടിച്ചാൽ ഉറങ്ങിപ്പോയി, അയാൾ അറിഞ്ഞില്ല. വിളിക്കാൻ ഏൽപ്പിച്ച ആളെ വിളിച്ചില്ല, അല്ലെ അങ്ങനെ വിളിക്കുന്ന ആളുണ്ടായില്ല, ഒരു ഒറ്റപ്പെട്ട പ്രദേശത്താണ്, അവിടെ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി, അല്ലെ എഴുന്നേറ്റപ്പോൾ നിസ്കാര സമയം കഴിഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ എപ്പോഴാണോ അയാൾ എഴുന്നേറ്റത് പിന്നെ ഒട്ടും വൈകാതെ നിസ്കരിക്കണം. എത്രയും വേഗം അയാൾ ഉദൂ ചെയ്യുന്നു, നിസ്കരിക്കുന്നു. പിന്നെ ഏതായാലും വൈകിയേ ഇത് അടുത്ത വക്തത്തിന് പള്ളിയിൽ പോകുമ്പോൾ അപ്പം നിസ്കരിക്കാം, ഇല്ല, അത് പാടില്ല. എപ്പോഴാണ് അയാൾ ഉണർന്നത് അടുത്ത പണി ഉദൂ ചെയ്യുക, നിസ്കരിക്കുക, അതാണ്. രണ്ടാമത് മറന്നുപോയാൽ ഇളവുണ്ട്. നബിതങ്ങൾ ഉമ്മത്തി അൽ ഖത്ഉ വൻ നിസ്യാൻ വമസ്തുക്രിഹു അലൈഹി, എന്റെ ഉമ്മത്തിന് അല്ലാഹു ഇളവ് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ മൂന്ന് കാര്യം. അതിൽ ഒന്ന് അൻ നിസ്യാൻ, മറവിയാണ്. മറവിക്ക് ഇളവുണ്ട്. നിസ്കരിച്ച ഓർമ്മയാണ്, മറ്റേ മറന്നുപോയി, പിന്നെയാണ് ഓർമ്മയായത്, നിസ്കരിച്ചിട്ടില്ലല്ലോ. അത് എപ്പോഴാണ് ഓർമ്മയായത് അപ്പൊ നിസ്കരിക്കുക. 2 ദിവസമോ 4 ദിവസമോ 8 ദിവസമോ ഒരു കൊല്ലം കഴിഞ്ഞിട്ടാലും വേണ്ടില്ല, അല്ലെങ്കിൽ എപ്പോ ഓർമ്മയായോ ആ സമയത്ത് പിന്നെ കാത്തു നിൽക്കാതെ വേഗം ഉദൂ ചെയ്താൽ നിസ്കരിക്കുന്നു. ഇത് രണ്ടുമല്ലാത്തൊരു ഖളാ ഇല്ല. ഇത് രണ്ടുമാണ് ഇളവുള്ളത്, മറ്റൊന്നും ഇളവില്ല. മറ്റൊന്നും നിസ്കാരം പിന്തിപ്പിക്കാനുള്ള ഇളവല്ല. നിൽക്കാൻ വയ്യേ ഇത് നിസ്കരിക്കാം, ഇരിക്കാൻ വയ്യേ കിടന്ന് നിസ്കരിക്കാം, ഉദൂ ചെയ്യാൻ സാഹചര്യമില്ലേ തൈമും ചെയ്യാം. ഇനി അതിനും കഴിയില്ല, വേണ്ട തൈമും വേണ്ട, അവിടെ ഒറ്റക്കാണ്, രോഗിയായി കിടക്കുകയാണ്, തൈമം ചെയ്യാൻ കഴിയില്ല, അതിന് സാഹചര്യമില്ല, ചെയ്തു കൊടുക്കാൻ ആരുമില്ല, ശരിയായ തൈമും വേണ്ട, അയാൾക്ക് അങ്ങനെ നിസ്കരിക്കാം. എന്നാലും നിസ്കാരം ഒഴിവാക്കാൻ വകുപ്പില്ല. യാത്രയിലാണോ ഖസ്റാക്കാം, ജംആക്കാം. രോഗിയാണോ ജംഅ് ചെയ്യാം. 2 നിസ്കാരം ഒരു സമയത്ത് നിസ്കരിക്കുക, അതാ ജംഅ്. ളുഹറും അസ്റും കൂടെ ളുഹറിന്റെ സമയത്ത്, അല്ലെങ്കിൽ അസ്റിന്റെ സമയത്ത്, മഗ്‌രിബും കൂടെ മഗ്‌രിബിന്റെ സമയത്ത്, അല്ലെങ്കിൽ ഇശാഇന്റെ സമയത്ത്, അതാ ജംഅ്. 4 റക്അത്ത് നിസ്കാരം ഉണ്ടാക്കി ചുരുക്കി നിസ്കരിക്കാം, യാത്രക്കാർക്ക് മാത്രമാണ്. ജംഅ് രോഗിക്ക് പറ്റും, മഴയാണെങ്കിൽ ജംഅ് ചെയ്യാൻ പറ്റും, പ്രതിബന്ധങ്ങൾ ജംഅ് ചെയ്യാൻ പറ്റും. എന്നാൽ ഖസ്ർ യാത്രക്കാരന് മാത്രമാണ്. യാത്രയിൽ ന്യായമായ ഹലാലായ യാത്രയിൽ ഖസ്ർ ചെയ്യാം. 4 റക്അത്ത് നിസ്കാരം 2 റക്അത്തായി ചുരുക്കി നിസ്കരിക്കാം. എന്നാലും നിസ്കാരം ഒഴിവാക്കാൻ വകുപ്പില്ല എന്നർത്ഥം. യുദ്ധക്കാലത്തിൽ പോലും നിസ്കരിക്കണമെന്നാണ് അല്ലാഹു ഖുർആനിൽ ആയത്തിറക്കി പഠിപ്പിച്ചത്. യുദ്ധക്കാലത്ത് നേരെ വാളെടുത്ത് ശത്രുവിന്റെ മുമ്പിൽ ചെന്ന് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്ന ആ യുദ്ധവേളയിൽ പോലും നിസ്കാരം ഒഴിവാക്കാൻ ഭയമില്ല എന്നർത്ഥം. വിശുദ്ധ ഖുർആനിൽ അത് 2-3 രൂപത്തിൽ യുദ്ധരംഗത്ത് നിസ്കാരം പരിചയപ്പെടുത്തി. ഒന്ന് ശക്തമായ യുദ്ധമൊന്നുമില്ല, യുദ്ധം
ജമാഅത്തായി നിസ്കരിക്കാൻ സാഹചര്യമുണ്ട് എങ്കിൽ ജമാഅത്തായി നിസ്കരിക്കണം എന്നാണ് പരിചയപ്പെടുത്തിയത്. പക്ഷെ കാവൽ നിൽക്കണം. അപ്പൊ ചെയ്യേണ്ടത്, സൈനിക നായകൻ മൊത്തം ആളുകൾ രണ്ടാക്കി തിരിക്കുന്നു. ഒരു വിഭാഗം ഇമാമിനെ കൂടെ നിസ്കരിക്കുന്നു, മറ്റേ വിഭാഗം കാവൽക്കാരായി അവിടെ നിൽക്കുന്നു. എന്നിട്ട് ഈ ഒന്നാമത്തെ വിഭാഗം നിസ്കാരം കഴിയുമ്പോൾ രണ്ടാമത്തെ വിഭാഗം ജമാഅത്തായി നിസ്കരിക്കുന്നു. ഇതാണ് ഒരു രൂപം. ഇനി അതിനൊന്നും സാഹചര്യമില്ല എങ്കിൽ അവർക്ക് അവിടെ എങ്ങനെയാണോ കഴിയുക അങ്ങനെ നിസ്കരിക്കാമെന്ന. ഇത് ശക്തമായ യുദ്ധമാണ്. ജമാഅത്തായി നിൽക്കാനോ അങ്ങനെയൊന്നും സൗകര്യമില്ല. നിസ്കരിക്കാൻ നിന്നാൽ തന്നെ ഒരു പക്ഷേ ശത്രു ആക്രമിക്കാൻ സാധ്യതയുണ്ട്. എങ്കിൽ പരിജാലൻ ഔ റുക്ബാന എന്നുള്ള പറഞ്ഞ അവിടെയാണ്. നടന്നുകൊണ്ടോ ഒട്ടകപ്പുറത്തോ കുതിരപ്പുറത്തോ എങ്ങനെയാണോ ഉള്ളത് ആ സമയത്ത് അങ്ങനെ നിസ്കരിക്കുക. ഖിബില പോലും നോക്കേണ്ടതില്ല, ഉദു പോലും ചെയ്യേണ്ടതില്ല, തൈമം പോലും ആവശ്യമില്ല. അയാൾ കുതിരപ്പുറത്ത് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കെ അതിനിടയിൽ നിസ്കരിക്കാം. അയാൾ ഓടുകയാണ്, യുദ്ധക്കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. ആ ഓട്ടത്തിനിടയിൽ നിസ്കരിക്കാം, ഖിബില നോക്കേണ്ട കാര്യമില്ല. എന്നാൽ പോലും അയാൾ പിന്നെ പോയി നിസ്കരിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇളവുണ്ടെങ്കിൽ അവിടെയാണ് കൊടുക്കുക. ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്യാണ്. ആ സമയത്തിലും ഒരു ഇളവുണ്ടായിരുന്നുവെങ്കിൽ അല്ല പറയുമായിരുന്നു തൽക്കാലം യുദ്ധത്തിൽ നിസ്കരിക്കേണ്ടതില്ല, എല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് പോയി നിസ്കരിച്ചായിരുന്നു. അത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഈ ചെറിയ ചെറിയ ന്യായങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ നിസ്കാരം പാഴാക്കി പിന്നെ നിസ്കരിക്കാം, അല്ലെ എല്ലാം കഴിഞ്ഞ് രാത്രി വീട്ടിൽ പോയി നിസ്കരിക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു അമലല്ല നിസ്കാരം എന്നത്. ഒരു മനുഷ്യന്റെ കുഫറിലേക്ക് എത്താനുള്ള തടസ്സം നിസ്കാരമാണ്. അത് ഒഴിവാക്കിയാൽ അവൻ അവിശ്വാസിയായി എന്ന് നബി വ്യക്തമായി പഠിപ്പിച്ചത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതുകൊണ്ട് നിസ്കാരം പാഴാക്കുകയില്ല എന്ന നിർബന്ധ ബുദ്ധി നമുക്ക് വേണം. എവിടെയാണുള്ള അവിടെ നിസ്കരിക്കാം, പള്ളിയെ വേണമെന്നില്ല. നബി തങ്ങൾ പറഞ്ഞു, എനിക്ക് ഭൂമി മുഴുവൻ മസ്ജിദായി അല്ലാഹ് നിശ്ചയിച്ചിരിക്കുന്നു. ഈ ഉമ്മത്തിന് മാത്രമല്ല തന്ന ഇളവാണത്. തൗറാത്തിലും ഇഞ്ചിയിലും സബൂറിലും എന്നുള്ള ആളുകൾക്ക് അതില്ല. അവർക്ക് നിസ്കാരം അവിടെ പള്ളികളിൽ മാത്രമാണ് അനുവദിക്കപ്പെട്ടത്. ഈ ഉമ്മത്തിന് അല്ലാഹ് തന്ന ഇളവ് 5 കാര്യം ഈ ഉമ്മത്തിന് മാത്രം തന്നു. അതിൽപ്പെട്ട ഒരു കാര്യമാണ് ഭൂമി മുഴുവൻ എനിക്ക് മസ്ജിദാണ്, സുജൂദ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഭൂമി മുഴുവൻ എനിക്ക് തുഹൂറുമാണ്. ഭൂമിയിൽ എവിടെയും അയാൾക്ക് അടിച്ച് തൈമം ചെയ്യാം. ഭൂമിയിൽ എവിടെ വെച്ച് നിസ്കരിക്കാം, പാറപ്പുറത്തോ മണലിലോ പുല്ലിലോ കാട്ടിലോ എവിടെയും അയാൾക്ക് നിസ്കരിക്കാം. അതിന് വേറെ പ്രത്യേക സ്ഥലം തന്നെ പോകേണ്ട കാര്യമില്ല. അങ്ങനെയൊക്കെ പടച്ച റബ്ബ് ആനുകൂല്യം തന്നിട്ട് നിസ്സാര കാര്യങ്ങളുടെ ന്യായം പറഞ്ഞുകൊണ്ട് ആ നിസ്കാരം പാഴാക്കുന്നുവെങ്കിൽ ഖത്താബ് പറഞ്ഞതുപോലെ നിസ്കാരം ഒരാൾ പാഴാക്കുന്നുവെങ്കിൽ അല്ലാത്തത് ഏതായാലും പാഴാക്കുമെന്നത് അതൊരു അളവുകോൽ തന്നെയാണ്. അളവുകോലായി സ്വഹാബിമാർ കണക്കാക്കിയത് നിസ്കാരത്തിനെയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഗൗരവമായ ജീവിതത്തിൽ നിസ്കാരത്തിന്റെ കാര്യം നാം പരിഗണിക്കണം. അത് എന്തെങ്കിലുമൊക്കെ ദുർന്യായങ്ങൾ പറഞ്ഞ് എങ്ങനെയെങ്കിലും നിസ്കരിക്കാതിരിക്കാനല്ല നോക്കേണ്ടത്. പരമാവധി ആ നിസ്കാരം സമയത്ത് തന്നെ നിർവഹിക്കാൻ ശ്രമിക്കുക. അതിന് പറ്റാത്ത സാഹചര്യമാണോ ജംഅ് ചെയ്യാമെന്നല്ലാതെ, യാത്രയിലാണോ ഖസറാക്കാമെന്നല്ലാതെ ഒഴിവാക്കാനെന്നാലും മുഖപ്പില്ല എന്ന് നാം തിരിച്ചറിയുക. നബി തങ്ങൾ ഒരിക്കൽ ഒരു യാത്രയിൽ കണ്ട നബിയുടെ ഒരു സ്വപ്നവുമായി ബന്ധപ്പെട്ട കാര്യം നബി തങ്ങൾ സ്വഹാബത്തിന് വിശദീകരിച്ചു കൊടുക്കണം. ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് 2 മലക്കുകൾ വന്ന് കൊണ്ടുപോകുന്നതും അവരെ കൂടെ സഞ്ചരിക്കുന്നതും വ്യത്യസ്തമായ കാഴ്ചകൾ കാണാൻ നബി തങ്ങൾ സ്വപ്നം കാണുകയാണ്. അത് സുബഹിക്ക് നബി തങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തു, ഞാൻ ഇങ്ങനെ കണ്ടു. അമ്പിയാക്കളുടെ സ്വപ്നം ദീനിൽ തെളിവാണ്. അമ്പിയാക്കളുടെ സ്വപ്നം ദീനിൽ തെളിവാണ്. വിശ്വാസികളുടെ നല്ല സ്വപ്നം നുബുവത്തിന്റെ ഭാഗമാണ്, പക്ഷെ ദീനിൽ തെളിവായി സ്വീകരിക്കുകയില്ല. അമ്പിയാക്കളുടെ സ്വപ്നം ദീനിൽ തെളിവാണ്. ആ സ്വപ്നത്തിനിടയിൽ നബി തങ്ങൾ പറഞ്ഞു, ഞാനൊരു മനുഷ്യനെ കണ്ടു. അയാളുടെ വലിയ പാറക്കല്ല് കൊണ്ട് അയാളെ തലങ്ങനെ ചതച്ചരക്കുന്ന രംഗം ഞാൻ കണ്ടു. ഒരു പാറക്കല്ലുമായി ഒരാൾ നിൽക്കുന്നു, ഒരു മനുഷ്യൻ കിടക്കുന്നു. ഈ പാറക്കല്ല് കൊണ്ടുവന്ന് അയാൾ തലക്കിങ്ങനെ ഇട്ടിട്ട് തല ചതച്ചരക്കുന്നു. ആ പാറക്കല്ല് തെറിച്ചു പോകുന്നു. ഈ മനുഷ്യൻ ആ കല്ലെടുക്കാൻ പോകുന്നു. അപ്പോഴേക്ക് ഇയാളെ തല വീണ്ടും പഴയ അവസ്ഥയിൽ ശരിയായി വരുന്നു. ആ കല്ലുമായി തിരിച്ചു വന്ന് ഇയാളെ വീണ്ടും ആ കല്ല് കൊണ്ട് ഇയാൾ തലക്കടിച്ച് ചതച്ചരക്കുന്നു. ആ കല്ല് തെറിച്ചു പോകുന്നു. ഇയാൾ വീണ്ടും കല്ലെടുക്കാൻ പോകുന്നു. അപ്പോഴേക്ക് ഇയാൾ തല വീണ്ടും ശരിയാകുന്നു. ഇതിങ്ങനെ ആവർത്തിച്ച് ചെയ്യപ്പെടുന്നത് ഞാൻ കണ്ടു. ഞാൻ ജിബ്രീൽ വിളിച്ചു, ജിബ്രീൽ ആരാണിവർ, എന്താണ് ഈ കാണുന്നത് എന്ന് ചോദിച്ചപ്പോൾ എന്നോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, കല്ലുകൊണ്ട് ആ തല ചതച്ചരക്കപ്പെടുന്ന ആ മനുഷ്യൻ
അയാൾ ഫഇന്നഹു യഖുദുൽ ഖുർആന ഫയർഫുദുഹു വയനാമു അനി സ്വലാത്തിൽ മക്തൂബ. ഖുർആൻ സ്വീകരിച്ച് ആ ഖുർആൻ അയാൾ പഠിച്ച് അത് ബോധ്യപ്പെട്ട മനുഷ്യൻ, എന്നിട്ട് അയാൾ ഫർള് നിസ്കാരം നിർവഹിക്കാതെ കടന്നുറങ്ങുന്ന മനുഷ്യനാണ്. ഖുർആൻ അയാൾക്കറിയാം, ഖുർആൻ അംഗീകരിക്കുന്നുണ്ട്, നിസ്കാരത്തിന്റെ പ്രാധാന്യം അറിയാം, പക്ഷെ അയാൾ ഫർള് നിസ്കരിക്കുന്നില്ല. അയാൾക്ക് ലഭിക്കുന്ന ശിക്ഷയാണ് നബിയെ താങ്കളാ കണ്ടത് എന്ന് എനിക്ക് ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്നുവെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ പഠിപ്പിക്കുക. ആ പാഠം സഹോദരങ്ങളെ ഉൾക്കൊള്ളണം. അള്ളാഹിന്റെ മുമ്പിൽ വരുമ്പോൾ ആ വക ദയനീയമായ ശിക്ഷകൾ ഏറ്റുവാങ്ങുന്ന ഭാഗ്യം കെട്ടവരായി നമ്മളാരും മാറാൻ പാടില്ല. നിസ്കാരത്തിന്റെ കാര്യം കണിശമായി കണ്ട് അത് വലിയ ഏറ്റവും മുഖ്യമായ ഇബാദത്താണെന്ന് മനസ്സിലാക്കി വിശ്വാസം ശരിയാകുന്ന കൂടെ തന്നെ ഈ ഇബാദത്തിന് കൂടി വലിയ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് നാം ജീവിതത്തെ ക്രമീകരിക്കുക. നിസ്കാരം വർദ്ധിപ്പിച്ചാൽ നബിയോടൊപ്പം നാളെ സ്വർഗത്തിൽ കൂട്ടുകാരായി കൂടാമെന്ന വലിയ ഓഫർ അപ്പുറത്തുണ്ട്. അതും സ്വീകരിക്കാൻ നമ്മൾ മുന്നോട്ട് വരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലുമുള്ള ഖൈറും ബറക്കത്തും നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله